ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്ത നല്ല നാടൻ ബീഫ് മപ്പാസും ഒപ്പം ചോറ് അരച്ച് ചേർത്തുണ്ടാക്കിയ നല്ല മുരിഞ്ഞ പാലപ്പവുമാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ബീഫ് മപ്പാസ് തയ്യാറാക്കാം. ഏകദേശം 1 കിലോയോളം ബീഫ് നന്നായി ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. മപ്പാസിനായിട്ട് എടുക്കുമ്പോൾ ബീഫ് തീരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബീഫ് മപ്പാസിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അപ്പോൾ പച്ചമുളക് അതിനനുസരിച്ച് എടുക്കണം. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഒരു വലിയ തേങ്ങയുടെ അരഭാഗമാണ് എടുത്തിരിക്കുന്നത്. 3/4 ഗ്ലാസോളം ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടിയാലും കറിയുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. 1/2 ഗ്ലാസോളം രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ബീഫ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ടാവും. തീ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഗ്രേവിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. സവാള ഇതുപോലെ നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പച്ചമുളക് 2ആയി കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു മൺചട്ടി ചൂടാകാൻ വയ്ക്കാം. ഇങ്ങനെയുള്ള കറികളൊക്കെ മൺചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക രുചിയാണ്. മീൻ കറി വെക്കുന്ന ചട്ടി എടുക്കരുത്, കറിക്ക് മീൻ കറിയുടെ സ്മെല്ലുണ്ടാവും. ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വഴഞ്ഞു തുടങ്ങുമ്പോൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പാകത്തിന് വഴഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ മൂത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ബീഫ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. സവോളയും മസാലയും എല്ലാം ബീഫുമായിട്ട് നന്നായി യോജിക്കത്തക്ക പോലെ ഇളക്കി കൊടുക്കാം. ഈ ബീഫ് മപ്പാസിനൊപ്പം പുട്ടും വെള്ളയപ്പവും ചപ്പാത്തിയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്.
അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബീഫിലുള്ള വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് കുറുകി വരണം. ഇപ്പം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ചതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. തിളച്ചു തുടങ്ങുന്നതിന് മുമ്പായി തീ ഓഫ് ചെയ്യണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. ഈ കറി ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ. അത്രയും സമയം കൊണ്ട് തേങ്ങാപ്പാൽ ഒന്ന് കുറുകി ബീഫുമായിട്ട് സെറ്റായിട്ട് വരും. ഇനി കുറച്ച് സമയത്തേക്ക് നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇരുമ്പ് ചട്ടിയാണ്. ഇങ്ങനെ ഇരുമ്പ് ചട്ടി ചുട്ടെടുക്കുമ്പോൾ അപ്പത്തിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പായിട്ടും നടുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഈസിയായി തയ്യാറാക്കാവുന്ന ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഉടൻ തന്നെ ഷെയർ ചെയ്യാം. ഇപ്പോൾ കറി കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മപ്പാസും സൂപ്പർ പാലപ്പവും റെഡിയായി. എല്ലാവരും ഇതൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരാം.